ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇവിടെ നേതാക്കളൊക്കെ ഉന്നയിച്ച പൊതുഅഭിപ്രായത്തോട് യോജിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകയായിരുന്ന കാനത്തിൽ ജമീലയുടെ അകാല നിര്യാണം വേറെ വേദന അനുഭവിച്ച ഒരു സന്ദർഭമായിരുന്നു. ഇവിടെ പ്രതിപാദിച്ചതുപോലെ ത്രിതല പഞ്ചായത്തുകളിലൂടെ വിവിധ സ്ഥാനങ്ങളിലൂടെ കടന്നു വരികയും അവിടെ വിവിധ അധ്യക്ഷ പദവികളിലൂടെ കടന്നു വന്ന വലിയൊരു അനുഭവ സമ്പത്തുമായിട്ടാണ് അവർ നിയമസഭയിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടനവധി വിഷയങ്ങളിലേക്ക് അവർ കടക്കുകയും അതിൻ്റെ അകത്ത് കൂടുതലും ഇവിടെ പ്രതിപാദിച്ചതുപോലെ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന അവരുടെ ദൈനംദിന പ്രശ്നങ്ങളെ സഭാതലങ്ങളിൽ കൊണ്ടുവരുവാനും സർക്കാരിൻ്റെ ഒക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനും അവരെപ്പോഴും ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. സാംസ്കാരിക കൂട്ടായ്മകളിൽ അവരെപ്പോഴും മുൻപന്തിയിൽ ഉണ്ടായിരുന്നു എന്നത് ഏറെ അഭിമാനത്തോടെ നമുക്ക് ചൂണ്ടിക്കാട്ടുവാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അവർ അധ്യക്ഷ പദവികളിലിരുന്ന വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ അവർ ഒരു റിപ്പോർട്ട് വായിച്ചപ്പോൾ അവരൊരു ലേഖനത്തെ സംബന്ധിച്ച് കാനത്തിൽ ജമീൽ മരണശേഷം ഒരു ലേഖനം വായിച്ചപ്പോൾ അവർ ഇരുന്ന എല്ലാ അധ്യക്ഷ പദവികളിലും വിവിധ ത്രിതല പഞ്ചായത്തുകളിലും ഒക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വലിയ മുൻതൂക്കം നൽകുവാൻ അവരെപ്പോഴും ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. അഭിപ്രായങ്ങളിൽ എപ്പോഴും വ്യക്തതയുണ്ടാവും. വിവിധ വിമർശനങ്ങൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തോടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും പ്രതിപക്ഷ ബഹുമാനത്തോടെ തന്നെയായിരുന്നു. ഇവിടെ അടിയന്തര പ്രമേയങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ എപ്പോഴും അത് തടസ്സപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുമ്പോഴും പറയുന്ന ഓരോ വാക്കുകളും പ്രതിപക്ഷ ബഹുമാനത്തോടെ തന്നെ അതിനെ തടസ്സപ്പെടുത്തുവാൻ അവർ ശ്രമിച്ചിരുന്നു എന്നത് ഓർത്തു പോവുകയാണ്. സഭയിലും വിവിധ കമ്മിറ്റികളും കാനത്തിൽ ജമീലയോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ഏറെ ഹൃദ്യമായ അനുഭവമായി മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ട കാനത്തിൽ ജമീലയുടെ നിര്യാണത്തിലുള്ള അനുശോചനം ഞാൻ രേഖപ്പെടുത്തുകയാണ്.